ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു അവധി ദിവസമാണ്. ഇന്ന് എൻ്റെ കോളേജിലൊന്നും പോകാനില്ല, പ്രത്യേകിച്ച് പുറത്തും പോകാൻ പ്ലാൻസ് ഒന്നുമില്ല. കാരണം ഇവിടെ നല്ല മഴയാണ്. പക്ഷേ എനിക്ക് എക്സാംസ് വരുന്നുണ്ട്. ഐ ഹാവ് മൈ യൂണിവേഴ്സിറ്റി എക്സാം നെക്സ്റ്റ് മന്ത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് കുറച്ച് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആൻഡ് നെക്സ്റ്റ് വീക്ക് എനിക്കൊരു സെമിനാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. നമ്മുടെ ഹോസ്റ്റലിൽ ആക്ച്വലി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉച്ചത്തെ ലഞ്ചും എടുത്ത് വയ്ക്കാനുണ്ട്. പക്ഷേ ഇന്ന് ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഇന്നത്തെ ലഞ്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ മെസ്സേജ് അയച്ചു. അവൾ വീട്ടിൽ നിന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ഹോസ്റ്റലിൽ കൊണ്ട് തരാം. അപ്പോൾ അങ്ങോട്ട് വിളിക്കാനിരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് വീട്ടിൽ എന്തൊക്കെയോ പണി ചെയ്യുന്നത് കൊണ്ട്, എന്തൊക്കെയോ റിനോവേഷൻ വർക്ക് ഉള്ളതുകൊണ്ട് വിളിക്കുന്നില്ല. ഫുഡ് ഉച്ചയ്ക്ക് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. സോ ഐ എം എക്സൈറ്റഡ്. അപ്പം ഉച്ചയ്ക്ക് അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടുന്ന് ഫുഡ് എടുത്ത് വെച്ചിട്ടില്ല. ഉച്ചയ്ക്ക് അവൾ കൊണ്ടുവരും. സോ നമുക്ക് പഠിക്കാം. കുറച്ച് ബോറടിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് തലയിൽ നല്ലപോലെ ഒരു ഓയിൽ മസാജ് കൊടുത്തു. ഗുഡ്. അപ്പം എനിക്ക് മുടി കെട്ടി വെച്ചേക്കുവാണ്. ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. ഇപ്പോൾ വിചാരിച്ചു എനിക്ക് നെക്സ്റ്റ് വീക്ക് ഒരു സെമിനാർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സെമിനാറിൻ്റെ PPT പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ആക്ച്വലി കഴിഞ്ഞ വീക്കിലാണ് എൻ്റെ മോഡൽ എക്സാംസ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ അന്ന് ഞാൻ ഒരു ബിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് എക്സാംസ് ആണല്ലോ, അത് സ്റ്റുഡൻറ്റ് ലൈഫിൻ്റെ എൻഡ് പോലെയായിരുന്നു അന്ന് ഒരു ഫീല്. അപ്പോൾ ഞാൻ അന്ന് കുറച്ച് ബിറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 18-ാം തീയതിയാണ് മെയ്. ഇന്നാണ് ഞങ്ങളുടെ ലാസ്റ്റ് മോഡൽ എക്സാം. ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് എക്സോസ്റ്റഡൊക്കെ ആയിരുന്നു. പഠിത്തം ഒരുപാട് പഠിച്ചില്ലെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ ഉള്ള ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത്. ഇന്ന് ഒരു 3 hour എക്സാമോട് കൂടിയിട്ട് മോഡൽ എക്സാം പരിപാടിയോടൊരു എന്നേക്കുമായിട്ടുള്ളൊരു ബൈ പറയലാണ്. ഇനി PhD ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ഇതുപോലെ എക്സാംസ് എഴുതേണ്ടി വരുമായിരിക്കും. എന്നാലും ഒരു വലിയൊരു പഠിത്തത്തിൻ്റെ കാലഘട്ടം തീരാൻ പോകുന്ന ഒരു ഫീല്. എക്സാംസിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ എക്സാമിന് പഠിക്കുന്നത് വേണ്ടല്ലോ ഒന്ന്. പക്ഷെ എന്നാലും ആ സ്റ്റുഡൻറ്റ് ലൈഫ് തീരുന്നതിൻ്റെ ഒരു ചെറിയ വിഷമം ഉള്ളിനുള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട്. ഇനിയിപ്പം ഒരു 1 month യൂണിവേഴ്സിറ്റി എക്സാം വരും. അതോടെ PG ലൈഫ് കഴിയും. ഇന്നാണ് ലാസ്റ്റ് എക്സാം. എക്സാംസ് ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പം 12:30 ആയി. 3 hour എക്സാം ആയിരുന്നു.
പിന്നെ പൊതുവെ എക്സാം കഴിഞ്ഞാൽ കയ്യിൽ പെൻ ഇങ്ങനെ ആവും. അവിടെ വേറെ കാണിച്ചു തരാം. PPT പ്രസൻറ്റ് ചെയ്യാൻ ലാപ്പ് എടുത്തപ്പോൾ ലാപ്പിൽ ചാർജില്ല. അപ്പോൾ ലാപ്പ് ചാർജ് ചെയ്യാനിട്ടു. ഇപ്പം ആ പരിപാടി നടക്കില്ലല്ലോ. വേറെ പഠിക്കാനൊരു മൂടില്ല ഇപ്പം. കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഫോണിൽ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്യാമെന്ന് വിചാരിക്കണം. അത് കഴിഞ്ഞ് ലാപ്പ് ചാർജായി കഴിഞ്ഞിട്ട് PPT പ്രസൻറ്റ് ചെയ്യാം. ശരി. ഫുഡ് വന്നു എന്ന് പറഞ്ഞൊരു കോള് വന്നത് കണ്ടത് നിങ്ങൾ. ഞാൻ അത് വാങ്ങാൻ വേണ്ടി പോയാൽ പെട്ടെന്ന് ടോപ്പ് അത് തന്നെ ഇട്ട് പെട്ടെന്നൊരു ജീൻസ് ഞാൻ താഴത്തേക്ക് എടുത്തിട്ട് ഇറങ്ങി. ഫുഡ് കിട്ടി. ഇനി പോയി കഴിക്കട്ടെ. എന്താണെന്നറിയില്ല, ഇത് ഭയങ്കര വിശപ്പ്. സോ പോയി കഴിക്കുമ്പോൾ കാണാം. ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ലെഗ് പീസ് ഫ്രൈ ഉണ്ട്, സാലഡ് ഉണ്ട്, ഹൽവ ഉണ്ട്. ഇത് ചിക്കൻ അല്ലേ? സോ ഹെവി ആയിട്ടൊരു മീൽ കഴിഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തി. പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ഇപ്പം മഴക്കാറൊക്കെ സെറ്റായി തുടങ്ങി. ഇപ്പം മഴ പെയ്യും. അപ്പം ഇനി മഴയൊക്കെ ജനല് അപ്പം ഇനി മഴയൊക്കെ കണ്ടൊന്ന് ഉറങ്ങി എണീറ്റിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഹൽവയും കൂടിയുണ്ട്. ഇതും കൂടെ കഴിക്കുമ്പോഴത്തേക്കും സെറ്റാവും, ഞാൻ ഉറങ്ങാൻ റെഡിയാവും. അപ്പോൾ ഈ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ആ ഉറക്കം കുറച്ചധികം ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 5 മണിയായി. നല്ല ഉറക്കമായിപ്പോയി. ഒന്നും അറിഞ്ഞില്ല. നല്ല മഴയും തണുപ്പും ഉണ്ടായിരുന്നുകൊണ്ട് ഫുഡും കഴിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ഇനി എനിക്ക് ഒന്ന് ഫ്രഷായിട്ട് എനിക്കിന്ന് കുറച്ച് ഡ്രസ്സ് വാഷിംഗ് മെഷീനിലിടാനുണ്ട്. അപ്പോൾ ഈ ആ പണി ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഡിലേ ആയിപ്പോവും.
നമ്മുടെ ടെറസ് ആക്ച്വലി നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. വൈകുന്നേരം കട്ടിയായിട്ടുള്ള വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാനും പഠിക്കാനും പിന്നെ ചായയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാറുണ്ട്. നല്ല സ്പേസാണ്. പിന്നെ തൊട്ടടുത്ത് ഒരുപാട് അങ്ങനെ സൗണ്ടുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കാം ആൻഡ് ക്വയറ്റാണ്. സോ നല്ല തണുപ്പുമാണ്. പിന്നെ ഇപ്പം മഴ പെയ്ത് ഇവിടെ ഫുള്ള് നനഞ്ഞിരിക്കുക. അടുത്ത മഴ ഉണ്ടോ, മഴക്കാറ് വെച്ചിരിക്കുക. ഇപ്പം അടുത്ത മഴ പെയ്യും. സോ അതിന് മുന്നേ ഞാൻ ഡ്രസ്സൊക്കെ വേഗം ഇട്ടിട്ട് വരാം. PPT ഒക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഒരു വലിയ പണിയായിരുന്നു അത് കഴിഞ്ഞു. പിന്നെ അവർക്ക് ക്ലാസ്, ഇത് 4th ഇയർ UG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കിനി ക്ലാസ് ഫ്രൈഡേ വല്ലതും എടുത്തു കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷേ ഡിന്നറിൻ്റെ ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു ചോക്കോ റോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഡിന്നറിനുള്ള സമയമാവും. അപ്പോൾ ഡിന്നർ കഴിക്കുമ്പോൾ കാണാം. ഫുഡ് കൊള്ളത്തില്ലായിരുന്നു. ചപ്പാത്തിയും എന്തോ ഒരു കറിയുമായിരുന്നു, കിഴങ്ങും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് അലമ്പായിരുന്നു, കൊള്ളൂലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതിയല്ലേ. ഇനിയിപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ടോപ്പിക്സും കൂടെ വായിച്ചിട്ട് കിടന്നുറങ്ങും. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ആൻഡ് ഇഫ് യു ലുക്ക് ഫോർവേഡ് ടു സീ മോർ സച്ച് വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.